മാത്രമേ ഉള്ളൂ. പക്ഷെ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇന്ന് അരുന്ധതിയും വിഷ്ണുവൊക്കെ ഷിഫ്റ്റിന് പോയിക്കുവാണ്. അവർ വരുമ്പോഴേക്കും സർപ്രൈസായിട്ട് ഫിഷ് പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. ബിക്കോസ് ഇപ്പോൾ ഓൾറെഡി 6:30 കഴിഞ്ഞു. 8 മണിയാകുമ്പോഴേക്കും അരുന്ധതിയുടെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് അരുന്ധതി വരും. എന്തായാലും നോക്കാം. വെൽക്കം ടു വീഡിയോ. വീട്ടിലുള്ളവർക്കൊക്കെ നല്ല സംശയമാണ് ഇവിടെ ഫ്രഷ് മീൻ കിട്ടുമെന്ന്. നമ്മൾ നല്ല ഫ്രഷ് മീനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് പൊള്ളിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 2 തരത്തിലുള്ള മീനൊന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മളിത് ഒരുപാട് നേരമൊന്നും വയ്ക്കുന്നില്ല മാരിനേറ്റ് ചെയ്തിട്ട്. ബിക്കോസ് നമുക്കിനി മസാലയൊക്കെ ഇട്ട് ഒന്നും കൂടെ ചൂടാക്കാനൊക്കെ ഉള്ളതല്ലേ. പിന്നെ നമ്മുടെ അടുത്ത് സമയമില്ല. അപ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ വറക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ. ഇതിൻ്റെ അകത്തെല്ലാം ശരിക്ക് തേച്ച് പിടിപ്പിക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ തല മാറ്റി വെച്ചേക്കുന്ന കേട്ടോ. തല നമ്മൾ വേറെ കറിക്ക് വേണ്ടിയിട്ട് എടുക്കും. ഇന്നിനിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ആവശ്യമില്ലല്ലോ. നമ്മളിന്ന് വാഴയിലേക്ക് മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെയും കിട്ടും വാഴയിലേക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മീൻ വറക്കാൻ വയ്ക്കുമ്പോഴേക്കും നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിതിനകത്തേക്ക് തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് യൂഷ്വലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് എടുത്തേക്കുന്നത്. എനിക്ക് സവാള കഴിയുമ്പോൾ ഭയങ്കര പാടാണ്. കണ്ണീന് വെള്ളം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ നമ്മുടെ ബർഗറൊക്കെ റാപ്പ് ചെയ്യാനായിട്ട് പേപ്പറില്ലേ കണ്ടിട്ട് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് സവാള ഒന്നും ചെയ്തില്ല. നമ്മളിനി മസാല ഉണ്ടാക്കാൻ പോവാണ്. സവാള ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ നന്നായിട്ട് കരച്ച് വെച്ചാണ് അതുപോലെ ഇരിക്കുന്നത്. മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പിനെ ഞങ്ങൾ കുറച്ച് ഇടുവാണ്. സവാള പെട്ടെന്ന് അടിച്ചിട്ട് നമ്മൾ തക്കാളി കുറച്ചധികം ഇട്ടിട്ടുണ്ട്. വേറെ പുളിയായിട്ടൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഫുള്ള് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുവാണ്. കുറച്ച് മസാല ഇടുന്നു. പക്ഷെ നമ്മൾ വറുത്തച്ചേക്കുന്ന മീനെ എടുത്ത് അതിന് മെല്ലിട്ടിടാം.
പൊതിയുന്നൊന്നും ശരിയാവുമെന്നറിയില്ല. പരീക്ഷണാർത്ഥമാണ് ചെയ്യുന്നതല്ല. ശരിയാവുമെന്നുള്ള പ്രതീക്ഷ. എനിക്ക് തോന്നുന്നു വാഴയില നമ്മൾ ആദ്യം ഒന്ന് ചൂടാക്കണമായിരുന്നു. വേറെ വള്ളിയൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ വാഴയിൽ നിന്ന് തന്നെ വള്ളിയൊക്കെ കയറി സെറ്റാക്കിയതാണ്. എണ്ണ കുറച്ച് ചൂടാക്കി അതിനകത്തിട്ടാണ് ഇത് ചുട്ടെടുക്കാൻ പോകുന്നത്. ഇങ്ങനെയാണോ ഇതിന്റെ പ്രൊസീജിയർ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യുക. തന്നെ യൂണിഫോം ഇടാണ്ടേ? ഇതിന്റെ 2 മീൻ വറക്കാൻ വേണ്ടിയിട്ടു ഒരു മീൻ തിരിഞ്ഞു വെച്ചിട്ടുണ്ട്. കഴിക്കണേ? അതെ, വിശപ്പിന്റെ വിളി നേരത്തെ വന്നോണ്ട് അതിന്റെ ഇത് റെഡി ആവാൻ കാത്തിക്കുന്നില്ല. പിന്നെ വിശ്ചേട്ടൻ വന്നിട്ടുണ്ട്. എന്താണ് സ്പെഷ്യൽ നോക്ക്. മീൻ വറുത്തതും പായസവും. അപ്പൊ അത് കണ്ടില്ലേ? ഇതെന്താ? അത് മീൻ പൊള്ളിച്ചത്. പൊട്ടിക്കാൻ പറ്റുമോ? പിടിച്ചോ. അപ്പൊ ഇവിടെ വെച്ച് തന്നെ അൺബോക്സിങ് ആയിക്കോട്ടെ. കൊറേ ഉണ്ടല്ലോ വാഴയിലൊക്കെ. ചുളുവിന് കിട്ടിയപ്പോ മേടിച്ചതാണ്. പിന്നെ നമ്മുടെ പായസം. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുകയാണ്. മീൻ വറുത്തതും മീൻ പൊള്ളിച്ചതും മീൻ കറിയൊക്കെ ഉണ്ട്. അപ്പൊ കഴിച്ചിട്ട് പറയാൻ എങ്ങനെയുണ്ടെന്ന്? എല്ലാ സാധനങ്ങളും സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. മീൻ പൊള്ളിച്ചതിൽ നിന്ന് തുടങ്ങാണ്ട, ഇല്ലെങ്കിൽ ശരിയാവില്ല. അത് കുറെ നേരമായി നോക്കിയിരിക്കണം. തക്കാളി ഉണ്ട്. കളിയുടെ പറയുന്നത് ഷോയിപ്പിച്ചേ എന്നാണോ ഉണ്ടാക്കിയുള്ളൂ, കഴിച്ചില്ല. ഇങ്ങനെ ചേട്ടാ അതെ, കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ബൈ.